കുട്ടിക്കാനം റൈഡിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടിക്കാനത്ത് വന്നിട്ട് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോകുന്ന കഴിഞ്ഞ വീഡിയോയിൽ പോയ അമ്മച്ചിക്കൊട്ടാരൻ്റെ റൂട്ടാണ്. അമ്മച്ചിക്കൊട്ടാരത്തിലേക്കല്ല, അതിൻ്റെ അടുത്ത് പീലിക്കുന്ന് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ചെറിയ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ, നമ്മുടെ ആഷിൽ ബ്രോ വരുന്നില്ല, കാരണം ബ്രോഡയിൽ MTV അല്ലല്ലോ, ഹൈബ്രിഡ് അല്ലേ ഇരിക്കുന്നത്. നമ്മുടെ ബൈക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ. അമ്മച്ചിക്കൊട്ടാരത്തിൽ നിന്ന് നേരെയാണ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ നമ്മുടെ കുട്ടിക്കാനം ജംഗ്ഷനിൽ നിൽക്കട്ടെ, അവിടെയാണ് നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പും തണുത്ത കാറ്റൊക്കെ ആയിട്ട് നൈസാട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് റൈറ്റ് എടുത്ത് പോകേണ്ടത് അമ്മച്ചിക്കൊട്ടാരം റൂട്ട്. നമ്മളിന്നലെ പോയ വഴി തന്നെ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ആരും തന്നെ അങ്ങനെ വരുന്ന ഒരു വഴിയല്ല കേട്ടോ, അധികം പേരൊന്നും പോകുന്നൊരു സ്ഥലമല്ല. അപ്പം ഈ കാണുന്ന ലെഫ്റ്റ്, ഈ ഗേറ്റ് ഇങ്ങോട്ടാണ് ഇന്നലെ നമ്മൾ വൈകിട്ട് വന്ന അമ്മച്ചിക്കൊട്ടാരം. നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന സ്ട്രെയിറ്റ് തന്നെ, ഈ വഴി. ചെറിയൊരു കാടാട്ടോ. മൃഗങ്ങളൊന്നും കാണാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ വീടൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ നല്ല ഓഫ് റോഡാണ്. ഈ അമ്മച്ചിക്കൊട്ടാരത്തിൻ്റെ സറൗണ്ടിങ്സ് ഇഷ്ടം പോലെ ഓഫ് റോഡൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ. നമ്മളതിൽ കുറച്ചൊക്കെ ഇന്നലെ വന്ന് ചെയ്തതാണ്. നമ്മുടെ അമ്മച്ചിക്കൊട്ടാരം വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കാണും കേട്ടോ. ഇന്നലെ വൈകിട്ട് മഴ പെയ്തു, അതുകൊണ്ട് റോഡൊക്കെ നനഞ്ഞു കിടക്കും. മൊത്തം ഇനി നമുക്ക് അവിടെ വരെ ഇങ്ങനത്തെ വഴി കേട്ടോ. ഇവിടെ കാട്ടുകോഴി ഇഷ്ടം പോലെ. നിറച്ച് കാട്ടുകോഴി കേട്ടോ. ഇതിൽ ഓഫ് റോഡ് വണ്ടികൾ മാത്രം കേട്ടോ, ഒരുപാട് കാറൊന്നും പോരില്ല, അടിതട്ടും. നമ്മൾ പോകുന്ന ഡയറക്ഷൻ ഇത് തന്നെയാണോ? മൊത്തം ഡൗൺ ഹില്ലാണല്ലോ.
ഓക്കെ, അപ്പോൾ ഇത് തന്നെ കേട്ടോ പ്ലേസ് നമ്മളെത്തി. അപ്പോൾ നമ്മുടെ പീലിക്കുന്നിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇതൊരു കിഡിലൻ വ്യൂ പോയിൻ്റ് ആണ്. പക്ഷേ ഇതല്ല പീലിക്കുന്ന്. പീലിക്കുന്ന് ഇതേ ഈ കാണുന്ന വഴി മേളിലേക്ക് കയറി പോകണം. ആ കാണുന്ന ഒരു കുന്നില്ലേ, അതിൻ്റെ മേളിലാട്ടോ. അതാണ് മെയിൻ പീലിക്കുന്ന് വ്യൂ പോയിൻ്റ് വരുന്നത്. നമുക്കിവിടെ കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു പള്ളി കാണാം. പള്ളിയല്ല, ഇതൊരു ഖബറാട്ടോ. ഇതിൽ പീർ മുഹമ്മദ് വലിയുള്ളാഹി ഖാദിരി ഇവിടെ എഴുതിയിട്ടുണ്ട്. ജനന സ്ഥലം കന്യാപുരം, തമിഴ്നാട്. ഇത് ശരിക്കും AD 16-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജഭരണകാലത്ത് ഇവിടെ എത്തിയതാട്ടോ. അപ്പോൾ നമ്മൾ അമ്മച്ചിക്കൊട്ടാരം കണ്ടതാണത്. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ അവരൊരു വേനൽക്കാല വസതിയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയതാണ്. അപ്പോൾ ആ ഒരു 16-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഈ ഒരു പീർ മുഹമ്മദ് ആൾ വരുന്നത് കേട്ടോ. ഇതൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ്. അതുപോലെ ഇത് ഖബറാട്ടോ, അദ്ദേഹത്തിൻ്റെ ഖബറാണ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നല്ല ചന്ദനത്തിരിയുടെയൊക്കെ നല്ല സ്മെല്ലുണ്ട് ഇവിടെ നിൽക്കുമ്പോഴത്തേനും. അപ്പം ഈ പീർ മുഹമ്മദ് ഈ ഒരു പേരിൽ നിന്നാണ് പീരുമേടെന്ന് പേര്, ആ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ കുട്ടിക്കാനടുത്തുള്ള പീരുമേടില്ലേ, അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് വന്നേക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പേരിൽ നിന്നാണ് കേട്ടോ പറയപ്പെടണേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കിഡിലൻ വ്യൂ തന്നെ കാണാം. അത് അങ്ങ് അകലെ കണ്ടോ, കോടയൊക്കെ ഇറങ്ങി നിൽക്കണുണ്ടോ, ഒരു മലയൊക്കെ ആയിട്ട് നമുക്ക് നല്ല വ്യൂ ഇവിടുന്ന് തന്നെ കാണാം. പീലിക്കുന്നിൻ്റെ മേളിൽ കയറിയാൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന അങ്ങ് അകലെ റോഡിങ്ങനെ പോകുന്നതാണ്. അത് നമ്മൾ ശനിയാഴ്ച കയറി വന്ന റൂട്ട് കേട്ടോ. അതായത് മുണ്ടക്കയത്തുനിന്ന് കുട്ടിക്കാനത്തേക്ക് കിടക്കണ ആ വഴിയാണ് ആ കിടക്കണത്. അപ്പോൾ ഇതാട്ടോ പീലിക്കുന്നിൻ്റെ മേളിലേക്ക് കിടക്കണ ആ ഒരു വഴി കണ്ടത്. ചെറിയൊരു വഴിയാട്ടോ, നമുക്ക് കഷ്ടിച്ച് ഒരാൾക്ക് നടക്കാനുള്ള വീതിയുള്ളൂ. ഇങ്ങനെ മൊത്തം കാടൊക്കെ ഇറങ്ങി നിൽക്കും കേട്ടോ. വഴി തെളിച്ച് പോകണം, സൈക്കിളൊന്നും മേളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കുറേ ദൂരം കയറി പോകണം കേട്ടോ. ഉണ്ടോ, ഒത്തിരി ദൂരം കയറി പോകണം. ഇത് നിറച്ച് കാട്ടുകോഴിയാട്ടോ, ഇഷ്ടം പോലെ കാട്ടുകോഴിനെ കണ്ടു, ഒരുപാടുണ്ട്. ഇത് ഒത്തിരി കയറി പോകണം, അങ്ങ് മേളിൽ വരെയാണ്. നല്ല മഴ പെയ്തുകൊണ്ട് മൊത്തം നനഞ്ഞ് കിടക്കും കേട്ടോ. ഉണ്ടോ, ഇത് നിറച്ച് കാട്ടുകോഴിയാണേ. ആൾക്കാരൊക്കെ വരുന്ന സ്ഥലം കേട്ടോ. പ്ലാസ്റ്റിക്കൊക്കെ കാണാം, കുപ്പിയും. അപ്പോൾ നമ്മൾ പീലിക്കുന്നിൻ്റെ മേളിലേക്ക്, ആ മെയിൻ വ്യൂ പോയിൻറ്റിലേക്ക് കയറി പോകുന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഒത്തിരി കയറി പോകാനുണ്ട് ആ വഴി. ആ കുന്നിൻ്റെ ടോപ്പ് വരെ ചെല്ലണം. അത് നടന്ന് പോകാനേ പറ്റുള്ളൂ, നമ്മുടെ സൈക്കിളൊന്നും കൊണ്ടുപോകത്തില്ല. അതുമല്ല സൈക്കിൾ ഇവിടെ വെച്ചിട്ട് പോകാനൊരു മടി കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ കാണുന്ന കാഴ്ച നല്ല ടോപ്പിൽ നിന്ന് കാണാം അവിടെ കയറി കഴിഞ്ഞാൽ. എന്തായാലും മറ്റൊരവസരത്തിൽ അവിടെ വന്ന് കയറാം. നമുക്ക് രാവിലെ തന്നെ തിരിച്ചു പോകണം. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കുട്ടിക്കാനത്ത്. മാക്സിമം രാവിലെ തന്നെ തിരിച്ചെങ്കിലാണ് വീട്ടിലെത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആശയിലും വന്നിട്ടില്ല. ഒരാളുടെ ഉണ്ടെങ്കിൽ നോക്കാറുണ്ട്. പിന്നെ മെയിൻ പ്രശ്നം എനിക്ക് അത് തന്നെ കേട്ടോ, കയറിപ്പോകാനുള്ള മടി കൊണ്ടല്ല, സൈക്കിളിവിടെ വെച്ചിട്ട് പോകാൻ ചെറിയൊരു മടി ആയതുകൊണ്ടാട്ടോ. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ പീലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം. ആ കുന്നിൻ്റെ മേളിലാണ് വ്യൂ പോയിൻറ്റ്. പിന്നെ ഇവിടെ കാണാനുള്ള മെയിൻ കാഴ്ച ഈ ഖബറും. പിന്നെ ഇവിടുന്ന് നമുക്ക് അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുന്നത്. ഏതൊക്കെ ഏരിയ എന്ന് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ആ റോഡ് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയാം. അത് നമ്മുടെ മുണ്ടക്കയത്തുനിന്ന് കുട്ടിക്കാനത്തേക്ക് കയറി വരുന്ന ഒരു വഴിയാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നിന്ന് ആ ഒരു സ്ഥലത്തുനിന്ന് ഈ പാറയുടെ മേളിൽ ഇതിലെ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റിൽ ഈ ഒരു വ്യൂ കാണാം കേട്ടോ. അപ്പോൾ പീലിക്കുന്നിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ച എന്തായിരിക്കും എന്ന് ഓർത്ത് നോക്കി. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആ സൈക്കിൾ എനിക്ക് അവിടെ വെച്ചിട്ട് ഒരു മടി കൊണ്ടാട്ടോ. കാരണം ഇവിടെ ഭയങ്കര വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ അത്രയും വിചാരിച്ചില്ല. എനിക്ക് ഞാൻ ഓർത്ത് അങ്ങനെ വഴിയുണ്ട് സൈക്കിൾ അങ്ങനെ കൊണ്ടുപോകാമെന്ന് ഓർത്ത് വന്നു. പക്ഷേ ഭയങ്കര ഇച്ചിരി ടാസ്ക് കേട്ടോ അതിൻ്റെ മേളിലേക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് പോകുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ്. കണ്ട ഒരു താഴ്വാരമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടുന്ന് കാണാം കേട്ടോ. നമ്മുടെ തൊടുപുഴത്തെ ഇലിവിഴ പൂഞ്ചിറലൊക്കെ കാണുന്ന കൂട്ട് ഒരു സൈസ് ഒരു പനയാട്ടോ, അവർ ചൂലൊക്കെ ഉണ്ടാക്കണേ ആ ഓല വെച്ചിട്ട്. അതിവിടെ നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു മലഞ്ചെരിവ് ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കാൻ കേട്ടോ, നല്ല രസമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വി ഷേപ്പിലാണ് ഇങ്ങനെ ഒരു ഷേപ്പ് കാണാം കേട്ടോ. നമുക്ക് ആ മരങ്ങളൊക്കെ നിൽക്കണേ, ഒരു കോടയൊക്കെ നിൽക്കുക അങ്ങ് അകലെ. അത് ഏതൊക്കെ ഭാഗം എനിക്ക് തോന്നണേ അതൊക്കെ മുണ്ടക്ക ആയിരിക്കും.
അങ്ങ് കാണുന്നത് അത് തന്നെയാണ് മുണ്ടക്ക ഏരിയ കേട്ടോ. ആ ഒരു പൈനാപ്പിളൊക്കെ നമ്മൾ ഫസ്റ്റ് ദിവസം കയറി വന്നപ്പം പൈനാപ്പിൾ കൃഷിയൊക്കെ ചെയ്ത ഒരു സ്ഥലം കണ്ടായിരുന്നു. എനിക്ക് അതാട്ടോ ആ ഒരു ഏരിയ, മുണ്ടക്ക ഏരിയ അങ്ങ് ദൂരെ കാണുന്ന ഒരു ഇത് തന്നെ മറ്റേ ഞാൻ പറഞ്ഞ റോഡ് അങ്ങനെ കുട്ടിക്കാനത്തേക്ക് വന്ന വഴിയാട്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് സൺറൈസ് കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോയേക്കാം. ഇനിയിപ്പോൾ നേരെ റൂമിൽ ചെന്നൊന്ന് റെഡിയായി ഒരു 8 മണിയോട് കൂടി ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പീലിക്കുന്നിൻ്റെ ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിക്കാനത്ത് വരുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ച് ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ വരേണ്ട സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഓഫ് റോഡ് ചെയ്യാനായിട്ടുള്ള അടിപൊളി ടെറൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടിക്കാനം റൈഡ് സീരീസിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി നേരെ റൂമിലേക്ക് അവിടെ ചെന്നിട്ട് നമ്മളിന്ന് തിരിച്ചു പോകും. അപ്പോൾ തിരിച്ചു പോകുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഗുഡ് ബൈ.